ഹായ്, ഇപ്പം ഞാനുള്ളത് തമിഴ്നാട്ടിലെ കർണാടകയിലാണ്. കേട്ടിട്ട് ആശ്ചര്യം തോന്നുന്നുണ്ടല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും 2 കിലോമീറ്റർ മാറിയിട്ടാണ് തമിഴ്നാട്ടിലെ കർണാടക. അതെ, തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലം നമ്മുടെ കർണാടക സ്റ്റേറ്റിനുണ്ടായിരുന്നു. ആദ്യമൊന്നും ഇവർ മൈൻഡ് ചെയ്തില്ല. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നും നോക്കാതിരുന്നുകൊണ്ട് അവിടെയുള്ള വേസ്റ്റും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഡംപ് ചെയ്തിരുന്നത് ഈ സ്ഥലത്താണ്. അത് മനസ്സിലാക്കിയ കർണാടക ഗവൺമെൻറ് ഉടനെ തന്നെ അവിടെ ഇതുപോലെയൊരു പാർക്ക് പണിതിരിക്കുകയാണ്. പാർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാർക്ക് പോലെയല്ല, ചുമ്മാ കുറേ സ്ഥലം അവിടെ കുറേ ചെടികളും മറ്റുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ആകർഷണരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. പക്ഷേ ഇതും നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെയാണ് ബെസ്റ്റ്. ഇവിടെയും എൻട്രി ഫ്രീ ഉണ്ട്. കുട്ടികൾക്ക് 50 രൂപ, മുതിർന്നവർക്ക് ബിലോ 12 ഇയേഴ്സ് 100 രൂപയുമാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാമറയോ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനും ഓരോ ക്യാമറയ്ക്കും ഓരോ റേറ്റാണ്. എൻ്റെ കയ്യിലുള്ള ക്യാമറയ്ക്ക് 50 രൂപ, അതായത് മിനിമം 50 രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യം പോലെ ഫോട്ടോസ് എടുക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇവിടെ മാത്രമില്ല, ഇപ്പോൾ എല്ലായിടത്തും എന്തിനു പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ പോലും ഞാൻ പാഞ്ചാലിമേട് ഒക്കെ പോയിരുന്നു. പരുന്തുംപാറയിൽ നമുക്ക് എൻട്രി ഫീ മാത്രമേ ഉള്ളൂ. എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഫീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ എൻട്രി ഫീ എന്ന് പറയാനായിട്ടില്ലായിരുന്നു. നമ്മുടെ പാഞ്ചാലിമേട് പോയാൽ എൻട്രി ഫീ പ്ലസ് നമ്മുടെ ക്യാമറയ്ക്കുള്ള ഫീ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ബൊട്ടാണിക്കൽ ഗാർഡനിലാണെങ്കിലും ശരി, ഇനി പറയുന്ന നമ്മുടെ കർണാടക പാർക്കിലാണെങ്കിലും ശരി, എല്ലായിടത്തും എൻട്രി ഫീയോടൊപ്പം നമ്മുടെ ക്യാമറയ്ക്കൂടെ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പം ക്യാമറയ്ക്ക് ചാർജ് കൊടുത്ത് നമ്മൾ അകത്ത് വന്നാൽ മാക്സിമം ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് ശ്രമിക്കുക. എനിക്കവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. കുറേ പച്ച പരവതാനി പോലെ പുല്ലിങ്ങനെ കിളിർന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഈ വട്ടത്തിലൊരു സാധനവും. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിരുന്നു 360-യുമായിട്ട്. അവിടെ കറങ്ങുന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. പിന്നെ ഇതുപോലെ കുറേ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ളവർക്ക് പൊതുവേ ഇവിടെ മാത്രമല്ല ഊട്ടിയിൽ ചുറ്റി കറങ്ങുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം കയറ്റവും ഇറക്കവും നിരപ്പായിട്ടുള്ള സ്ഥലമല്ല. അതുകൊണ്ട് അമ്മ ഇവിടെ ഇന്ന് ക്ഷീണിച്ചു. ഞങ്ങളാണ് പിന്നെ അങ്ങോട്ട് പോയത്. അപ്പം പാർക്കെന്ന് കേട്ടപ്പോൾ കുട്ടികൾ വിചാരിച്ചത് ചാടിക്കളിക്കാനും ഓടിക്കളിക്കാനും അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ ടോയ്സ് ഉണ്ടാകുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെയുള്ള ടോയ്സൊന്നും ഇവിടെ കണ്ടില്ല. പിന്നെ ഇവിടെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് നല്ലൊരു തൂക്കുപാലമാണ്. ദാ അവിടെ കണ്ടോ? ഇനി നമുക്ക് അവിടെ പോകാമെന്നുള്ളതാണ്. അവിടെ പോയി ഇന്ന് കാണുന്നൊരു കാഴ്ച അടിപൊളി ഒരു കാഴ്ചയാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.